അസ്സാം വലൈക്കും വറഹമത്തുള്ള. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെതിരെ വിദ്വേഷം പരത്തുന്നവർ പലപ്പോഴായിട്ട് എടുത്തുദ്ധരിക്കുന്ന ഒരു വിഷയമാണ് തഖിയ എന്നുള്ളത്. അതായത് മുസ്ലിങ്ങൾ എപ്പോഴെങ്കിലും മറ്റുള്ള മതസ്ഥരോട് നല്ല രീതിയിൽ പെരുമാറുകയോ അവർക്ക് വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് അവർക്ക് സദഖ നൽകുകയോ അവർക്ക് ഉപകാരം ചെയ്യുകയോ ചെയ്യുമ്പോൾ അവരെല്ലാവരെയും ഡിസ്ക്രെഡിറ്റ് ചെയ്യാനും അവരെ ഭീകരവൽക്കരിക്കാനും വേണ്ടിയിട്ട് ഇതെല്ലാം അവർ അഭിനയിക്കുകയാണ്. അവരുടെ ഹൃദയത്തിൽ മറ്റുള്ള മതസ്ഥരോട് വെറുപ്പാണ്, വിദ്വേഷമാണ്. ഒരു ബഹുസ്വര സമൂഹത്തിൽ ന്യൂനപക്ഷമായ കാരണത്താൽ അവരുടെ ഇടയിൽ ജീവിച്ചു പോകാൻ വേണ്ടിയിട്ട് അവർ അഭിനയിച്ചുകൊണ്ട് നിങ്ങളോട് സ്നേഹം കാണിക്കുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രചാരണം നടത്താറുണ്ട്. നമ്മുടെ കേരളീയ സമൂഹത്തിൽ ഒരിക്കലും തന്നെ ആർക്കും തന്നെ ഇത് സ്വീകരിക്കാൻ പറ്റാത്ത ഒരു കള്ളപ്രചാരണവും ഒരു വിദ്വേഷവുമാണ്. പക്ഷേ ഇവിടെ ഈ നാമമാത്രമായിട്ടുള്ള യുക്തിവാദികളുടെ യുക്തിയിൽ എനിക്ക് അത്ഭുതം തോന്നുകയാണ്. കാരണം അവർ പറയുന്നത് ഈ ഇന്ത്യയിലുള്ള കോടിക്കണക്കിന് മുസ്ലിങ്ങളെല്ലാവരും അഭിനയിക്കുകയാണെന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിക്കുകയാണെങ്കിൽ മെഹബൂബ് സാബ്, വിശുദ്ധ ഖുർആനിൽ അതായത് മനസ്സിൽ മറ്റുള്ളവരുടെ വിദ്വേഷം വെച്ച് പുലർത്തുകയും അവരോട് സ്നേഹത്തിൽ പെരുമാറുകയും ചെയ്യുക എന്നുള്ളത് കള്ളം പറയുകയാണ്, കാപഢ്യമാണ്. അപ്പോൾ ഇങ്ങനെ കാപഢ്യം കാണിക്കാനും കളവ് പറയാനുമുള്ള അനുവാദം നമുക്ക് വിശുദ്ധ ഖുർആനിൽ നിന്ന് ലഭിക്കുന്നുണ്ടോ? വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് കളവിനെ എത്രമാത്രം ഇസ്ലാമിക അധ്യാപനങ്ങൾ വെറുത്തിട്ടുണ്ട് എന്നുള്ളത്. എത്രമാത്രം മോശമായിട്ടാണ് കളവ് പറയുന്നതിനെ സംബന്ധിച്ചാണെങ്കിലും കളവ് ചെയ്യുന്നതിനെ സംബന്ധിച്ചാണെങ്കിലും. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നത് ഫജ്തനിബു റിജ്സമിനൽ ഔസാനി വജ്തനിബു ഖൗലസൂർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഷിർക്ക് ചെയ്യുക അല്ലെങ്കിൽ അള്ളാഹുവിന് പകരക്കാരെ നിശ്ചയിക്കുക എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയൊരു തെറ്റായിട്ടാണ് വിശുദ്ധ ഖുർആൻ വിശുദ്ധ ഖുർആൻ പറയുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾ പറയുന്നത്. അതിനോട് കൂടെ തന്നെ ചേർത്തുകൊണ്ട് പറയുന്ന കാര്യമാണ് കളവിനെ സംബന്ധിച്ചും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അതിൽ. അപ്പം അത് അത്രമാത്രം വലിയ ഒരു തെറ്റായിട്ട് തന്നെയാണ് കളവിനെ കാണുന്നത്. അതുപോലെ ഒരുപാട് അധ്യാപനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി തിരു ഹദീസുകൾ നോക്കുകയാണെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താണ് പറഞ്ഞതെന്ന് നോക്കുകയാണെങ്കിൽ, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, സാധാരണ ചില ആളുകൾ തമാശയ്ക്ക് വേണ്ടി ചിരിപ്പിക്കാൻ വേണ്ടി കളവ് പറയാറുണ്ട്. ഇതിനെ സംബന്ധിച്ച് പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അങ്ങനെ അങ്ങനെ കളവ് പറയുന്നവർക്ക് നാശം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിനെപ്പോലും വളരെയേറെ വലിയ കുറ്റമായിട്ട് തന്നെയാണ് ഇസ്ലാമിക അധ്യാപനങ്ങൾ ഇസ്ലാം കാണുന്നത് എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളതാണ്. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു കപടവിശ്വാസികളെ സംബന്ധിച്ച് എന്താണ് പറഞ്ഞിട്ടുള്ളത്? സൂറത്തുൽ ഹജ്ജിലെ 31-ാമത്തെ വചനം നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കും, ഇന്നൽ മുനാഫിഖീന ഫിദ്ദർക്കിൽ അസ്ഫലി മിനന്നാർ. അതായത് കപടവിശ്വാസികളെന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ മുനാഫിക്കീങ്ങളെന്ന് പറഞ്ഞാൽ നരകത്തിന് ഏറ്റവും അടിത്തട്ടിലാണ് അവരുടെ സ്ഥാനം എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സത്യനിഷേധികളെക്കുറിച്ച് പോലും അങ്ങനെ പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞിട്ട് ഈ രണ്ട് തരത്തിലുള്ള സ്വഭാവം കാണിക്കുന്ന ആളുകൾ, മനസ്സിലൊരു കാര്യം പുറമെ മറ്റൊരു കാര്യം നടിക്കുന്ന ആളുകളെ സംബന്ധിച്ച് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അവർ ഏറ്റവും അടിത്തട്ടിലാണെന്നാണ്, അത് നരകത്തിൻ്റെ ഏറ്റവും അടിത്തട്ടിലാണെന്നുള്ളതാണ്. അപ്പം അത്രമാത്രം മോശമായിട്ടാണ് കളവിനെ ഇസ്ലാം കാണുന്നത് എന്ന യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇവർ ഈ ഇസ്ലാമിൽ തഖിയ ഉണ്ട്, അതായത് എങ്ങനെ മനസ്സിലൊരു കാര്യം വെക്കുകയും സ്നേഹം പ്രകടിപ്പിക്കുകയും ചെയ്യുക, അഭിനയിക്കാനുള്ള അനുവാദമുണ്ട് എന്ന് പറയാൻ വേണ്ടി അതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട് വിശുദ്ധ ഖുർആനിലെ സൂറ നഹലിലെ 107-ാമത്തെ ആയത്ത് ഉദ്ധരിക്കാറുണ്ട്. നമുക്ക് ആ ഒരു ആയത്തും നോക്കാം, ഇതിലെന്താണ് അള്ളാഹു പറഞ്ഞിരിക്കുന്നതെന്ന്. ഇതിൽ കളവ് പറയാനുള്ള അള്ളാഹു ലൈസൻസ് തന്നിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിച്ച് നോക്കാം. അള്ളാഹു സൂറ നഹൽ 107-ാമത്തെ ആയത്തിൽ പറയുന്നു, മൻ കഫറ ബില്ലാഹി മിൻ ബഅദി ഈമാനിഹി ഇല്ലാ മൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ വലാകിൻ മൻ ശറഹ ബിൽ കുഫ്രി സദറൻ ഫഅലൈഹിം ഗളബുൻ മിനല്ലാഹ് വലഹും അദാബുൻ അലീം. അതായത് വിശ്വാസം സ്വീകരിക്കുകയും പിന്നെ നിഷേധത്തിലേക്ക് പോവുകയും ചെയ്ത വ്യക്തിയുടെ മുകളിൽ അള്ളാഹുവിൻ്റെ കോപമുണ്ട്, അവന് കഠിനമായിട്ടുള്ള ശിക്ഷയുമുണ്ട്. പക്ഷെ അതിന് ഇടയിൽ ഒരു ഇസ്തിസ്ന, ഒരു എക്സെപ്ഷണൽ കേസ് പറഞ്ഞിട്ടുള്ളത് ഇല്ലാമൻ ഉക്രിഹ വഖൽബുഹു മുത്മഇന്നുൻ ബിൽ ഈമാൻ. ആരാണോ നിർബന്ധിതാവസ്ഥയിൽ കഠിനമായിട്ടുള്ള പീഡനത്തിൻ്റെ അവസരത്തിൽ അവൻ്റെ വായിൽ നിന്ന് വല്ല കുഫ്രിയ കലിമകൾ ഇസ്ലാമിനെ നിഷേധിക്കുകയോ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം നിഷേധിച്ച് പോവുകയോ ചെയ്ത് കഴിഞ്ഞാൽ അത് അള്ളാഹു അദ്ദേഹത്തിന് പുറത്തു കൊടുക്കുന്നതാണ്. അത് അള്ളാഹു അദ്ദേഹത്തെ പിടിക്കുന്നില്ല, ശിക്ഷ അദ്ദേഹത്തിൻ്റെ മുകളിൽ ഉണ്ടാവുകയില്ല എന്ന് അള്ളാഹു. ഇത് ഇവിടെ ഒരിക്കലും കാപഢ്യം പ്രകടിപ്പിക്കാനോ അല്ലെങ്കിൽ ഇങ്ങനെ തഖിയ ചെയ്യാനോ ഒരിക്കലും ഈ ഒരു ആയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. പക്ഷേ അള്ളാഹു പറഞ്ഞിരിക്കുന്നത് അങ്ങനെയുള്ള അവസരത്തിൽ പറഞ്ഞു പോകുന്ന തെറ്റുകളെ അള്ളാഹു പുറത്തു കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഇത് ഈമാൻ്റെ വളരെ ബലഹീനമായിട്ടുള്ള അവസ്ഥയാണ്. ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു ആക്ഷേപമായിട്ട് പറയാറുള്ളതാണ് അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിൻ്റെ സംഭവം. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളാണ് ഇസ്ലാമിലെ ഏറ്റവും ആദ്യത്തെ രക്തസാക്ഷികൾ നമുക്കറിയാം.
അവരുടെ മാതാവിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അവരെ രക്തസാക്ഷിയാക്കി ഷഹീദാക്കിയെന്ന് വെച്ചാൽ വളരെ ക്രൂരമായിട്ടായിരുന്നു, വളരെ മൃഗീയമായിട്ടായിരുന്നു. അവരുടെ ജനനേന്ദ്രിയത്തിലൂടെ കുന്തം കയറ്റിക്കൊണ്ടാണ് അവരെ ഷഹീദാക്കുന്നത്. അപ്പം അതിനുശേഷം അമ്മാർ ബിൻ യാസിർ റളിയല്ലാഹു അൻഹുവിനെ പീഡിപ്പിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് അറിയാതെ നിഷേധകരമായിട്ടുള്ള വാക്കുകൾ, അതായത് അള്ളാഹുവിനെയും അവൻ്റെ റസൂലിനെയും നിഷേധിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അറിയാതെ വന്നു പോവുകയാണ്. ഇത് വന്നു പോയപ്പോൾ ഇതിൽ വിഷമിച്ചുകൊണ്ട് അദ്ദേഹം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കിലേക്ക് പോയി ചോദിക്കുന്നുണ്ട്. അങ്ങനെ ചോദിക്കുന്ന സമയത്ത് നബി തിരുമേനി പറയും, നിങ്ങളുടെ മനസ്സിലെന്തായിരുന്നു, നിങ്ങളുടെ ഹൃദയത്തിൽ എന്തായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അദ്ദേഹം പറയും, അള്ളാഹും അവൻ്റെ റസൂൽ മാത്രമായിരുന്നു ഹൃദയത്തിൽ, അതുപോലെ ഇസ്ലാമിനോടുള്ള സ്നേഹം മാത്രമായിരുന്നു അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ നിന്ന് പറയുമ്പോൾ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, എങ്കിൽ നിങ്ങൾ ചെയ്തതിൽ തെറ്റില്ല എന്നുള്ള രീതിയിൽ പറയും. അപ്പോൾ ഈ ഒരു വിഷയത്തെ ഇസ്ലാമിൽ തക്കിയുണ്ട്, കളവ് പറയൽ അനുവദനീയമാണ് എന്ന രീതിയിൽ വളരെ ബാലിശമായിട്ടുള്ള ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നവരെ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തെ കാര്യം അത്രയും വേദന അനുഭവിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് ആ വാക്കുകൾ പുറത്തു വന്നതെന്നുള്ളതാണ്. ഇതിൽ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു വ്യക്തിയെ 2 പേര് കെട്ടിയിട്ടുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുകയെന്ന് വിചാരിക്കും. മദ്യം എന്ന് പറയുന്നത് ഇസ്ലാമിൽ അനുവദനീയമല്ല എന്നുള്ള കാര്യം നമുക്ക് ഏവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ വായിലേക്ക് മദ്യം ഒഴിച്ചു കൊടുക്കുന്ന ആ സമയത്ത് അദ്ദേഹത്തെ സംബന്ധിച്ച്, ആ വ്യക്തിയെ സംബന്ധിച്ച് അദ്ദേഹത്തിന് ചോയ്സ് ഇല്ല, എന്ത് തിരഞ്ഞെടുക്കണം എന്നുള്ള ചോയ്സ് ഇല്ല, കാരണം നിർബന്ധപൂർവ്വം ഒഴിച്ചു കൊടുക്കുകയാണ് വായിലേക്ക്. അപ്പോൾ ഇങ്ങനൊരു അവസ്ഥയിൽ അങ്ങനെ വല്ല സംഭവങ്ങളും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുകയാണ് ഇസ്ലാമിൽ മദ്യം കഴിക്കൽ അനുവദനീയമാണ്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പറയുന്നത് എത്രമാത്രം ബാലിശമായിട്ടുള്ള ഒരു ആക്ഷേപമാണ് എന്നുള്ളത് നമ്മൾ ചിന്തിച്ച് നോക്കണം എന്നുള്ളതാണ് ഇതിന്. തീർച്ചയായിട്ടും. അതായത് കള്ളം പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് അല്ല, പക്ഷേ അങ്ങനെയുള്ള അവസരത്തിൽ വല്ല കുഫ്രിയ കലിമകളും വായിൽ വന്നു പോയി കഴിഞ്ഞാൽ അള്ളാഹു അതിന് മാപ്പ് കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കളവ് പറയാൻ ഒരിക്കലും ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇത് തീർച്ചയായിട്ടും വിശ്വാസത്തിൻ്റെ ബലഹീനമായിട്ടുള്ള ഒരു അവസ്ഥയാണിത്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാതൃക നാം എടുത്തു നോക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തഖിയ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇസ്ലാം പുറത്തു വരുമായിരുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, അല്ലദീന യുബല്ലിഗൂന റിസാലാത്തില്ലാഹി വയഖ്ശൗനഹു വലാ യഖ്ശൗന അഹദൻ ഇല്ലല്ലാഹ്. അതായത് അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും തബ്ലീഗ് ചെയ്യുന്ന കാര്യത്തിൽ, ഇസ്ലാമിൻ്റെ സന്ദേശം എത്തിക്കുന്ന കാര്യത്തിൽ അവിടുന്ന് ഭയപ്പെട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഭയപ്പെടുന്നവരായിരുന്നില്ല മുസ്ലിങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ പറയുന്നു. അതുപോലെ തന്നെ വലാ യഖാഫൂന ലൗമത്തല്ലാഹി, ഒരു ആക്ഷേപകൻ്റെയും ഒരു കുറ്റപ്പെടുത്തുന്ന ആളുടെയും കുറ്റപ്പെടുത്തലെ ഭയപ്പെട്ടിരുന്നില്ല. അപ്പോൾ ഇതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മാതൃക നമുക്ക് ലഭിക്കുന്നത്. ഹസ്രത്ത് ബിലാൽ റളിയല്ലാഹു തആല അൻഹു നമുക്കെല്ലാവർക്കും അറിയുന്ന സംഭവമാണ്. കറുത്ത വർഗ്ഗക്കാരനായിട്ടുള്ള അടിമയായിരുന്നു. ഇസ്ലാം സ്വീകരിച്ചതിന് ശേഷം കൊടിയ പീഡനങ്ങൾ ഏറ്റുവാങ്ങുകയുണ്ടായി. അദ്ദേഹത്തിൻ്റെ യജമാനൻ ഉമയ്യ അദ്ദേഹത്തെ ചുട്ടുപഴുത്ത മണലിലൂടെ വലിച്ചിഴക്കുകയും അദ്ദേഹത്തിൻ്റെ മുകളിൽ വളരെ ഭാരിച്ച കല്ലുകളൊക്കെ കയറ്റി വെക്കുകയും അദ്ദേഹത്തെ അടിക്കുകയും ഉപദ്രവിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്തപ്പോഴെല്ലാം അവിടുന്ന് ഒരിക്കലും തക്കിയ ചെയ്തിട്ടില്ല, അവിടുന്ന് ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. പക്ഷേ എന്താ പറഞ്ഞത്? അവിടുന്ന് അഹദ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കുകയുള്ളൂ, ഏകദൈവ വിശ്വാസത്തെ ഞാൻ കൈവെടിയുകയില്ല എന്നാണ് അദ്ദേഹം ഏറ്റു പറഞ്ഞത്. അതുപോലെ തന്നെ മറ്റ് സഹാബാക്കളുടെ മാതൃക എടുത്ത് നോക്കുകയാണെങ്കിലും ഖുബൈബ് ബിൻ അദി റളിയല്ലാഹു തആല അൻഹുവിൻ്റെ സംഭവം വരുന്നുണ്ട്. അദ്ദേഹത്തെ ഖുറൈശികൾ പിടിക്കുകയും അദ്ദേഹത്തെ ഇസ്ലാം സ്വീകരിച്ച കാരണത്താൽ അദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി കൊണ്ടുപോവുകയും ചെയ്തപ്പോൾ അദ്ദേഹത്തിൻ്റെ അവസാനം വധിക്കുന്നതിന് മുന്നേ അദ്ദേഹത്തിൻ്റെ ചെവിയിൽ പറയുകയുണ്ടായി, നിൻ്റെ ഈ ഒരു സ്ഥലത്ത് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണെങ്കിൽ നീ സന്തോഷിക്കുമായിരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറയുകയുണ്ടായി, എനിക്ക് ഈ ഒരു നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലിൽ മദീനയിൽ നടക്കുമ്പോൾ കാലിലൊരു മുള്ളു കുത്തുന്നതിനേക്കാൾ ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ മരണമാണ് എന്നാണ് അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ ഇത്രത്തോളം സ്നേഹമായിരുന്നു സഹാബാക്കൾക്ക് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉണ്ടായിരുന്നത്. ആ ഒരു സ്നേഹത്തെയും ആ ഇസ്ലാമിനോടുള്ള സ്നേഹത്തെ ഒരിക്കലും ആരും അത് മറച്ചു വെച്ചിരുന്നില്ല, തഖിയ ചെയ്തിരുന്നില്ല എന്ന് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവുന്നതാണ്. അതുപോലെ ഈ ഒരു വിഷയത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഒരു ബഹുസ്വര സമൂഹത്തിൽ നമ്മുടെ പെരുമാറ്റം അല്ലെങ്കിൽ ഏത് രീതിയിലായിരിക്കും ഇസ്ലാമിൻ്റെ അല്ലെങ്കിൽ അധികാരത്തിൽ വന്നാൽ ഏത് രീതിയിലായിരിക്കും ഇസ്ലാം ഉണ്ടാവുക എന്നുള്ള രീതിയിലും വളരെ ചർച്ച നടക്കലുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു ബഹുസ്വര സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അവർ തഖിയ ചെയ്തുകൊണ്ടാണ് ജീവിക്കുന്നത്. അവർക്ക് അധികാരം കിട്ടിക്കഴിഞ്ഞാൽ വേറൊരു രൂപത്തിലായിരിക്കും അവരുടെ പെരുമാറ്റം എന്നുള്ള രീതിയിലുള്ളത് ഒരുപാട് ആക്ഷേപങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പം ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലംക്ക് മക്ക വിജയം സംഭവിക്കുന്ന സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കയ്യിലേക്ക് എല്ലാ തരത്തിലുള്ള അധികാരം വന്ന സമയമാണ്. നബിക്ക് എന്തും അവിടെ ചെയ്യാം. അവരെ കൊല്ലേണ്ടവരെ കൊല്ലുകയോ അല്ലെങ്കിൽ കൂടെ നിർത്തേണ്ടവരെ കൂടെ നിർത്തുകയോ എന്തും ചെയ്യാം. ആ സമയത്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് മുമ്പിലുണ്ടായിരുന്ന ആളുകൾ കൂടുതൽ ആളുകളും എങ്ങനെയുള്ള ആളുകളായിരുന്നു?
നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയും നബിയുടെ കുടുംബങ്ങളെയും എല്ലാം ഒരുപാട് ഉപദ്രവിക്കുകയും സഹാബാക്കളെ ഉപദ്രവിക്കുകയും വേദനിപ്പിക്കുകയും ഷഹീദാക്കുകയും ചെയ്തിട്ടുള്ള ആളുകളായിരുന്നു അവിടെ മുമ്പിലുണ്ടായിരുന്നത്. അവർക്കൊക്കെ മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ കാര്യം എന്തെന്ന് വെച്ചാൽ ലാ തസ്രീബ അലൈക്കുമുൽ യൗം എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ മേൽ ഒരു തരത്തിലുള്ള ആക്ഷേപവുമില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ മേൽ ഒരു തരത്തിലുള്ള നിർബന്ധവുമില്ല, നിങ്ങളെല്ലാവരും സ്വതന്ത്രരാണ് എന്നാണ് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃ സഹോദരനായിട്ടുള്ള ഹംസ റളിയല്ലാഹുവിൻ്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹത്തെ എത്രമാത്രം ക്രൂരമായിട്ടാണ് അദ്ദേഹത്തെ ഷഹീദാക്കിയ ശേഷം പെരുമാറിയിട്ടുള്ളതെന്ന്. ചെവി മുറിക്കുകയും അതുപോലെ തന്നെ മൂക്ക് മുറിക്കുകയും ശരീരം വികൃതമാക്കുകയൊക്കെ ചെയ്തു. അതിനെ തുടർന്ന് ഹിന്ദ എന്ന് പറഞ്ഞ സ്ത്രീ ഹംസ റളിയല്ലാഹു അൻഹുവിൻ്റെ കരൾ പോലും കടിച്ചു തുപ്പിയ സംഭവം ഉണ്ടായിട്ടുണ്ട്, ഇത്രയും ദേഷ്യം കാണിക്കാൻ വേണ്ടിയിട്ട്. അവരോട് പോലും നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഒരുപാട് ഉദാഹരണങ്ങളും മറ്റും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇക്രിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇക്രിമ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ അത്രമാത്രം ദ്രോഹം ഇസ്ലാമിനോട് ചെയ്തിട്ടുണ്ട്, നബി തിരുമേനിയോട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരിക്കലും എനിക്ക് മാപ്പ് കിട്ടില്ല എന്ന ആ ബോധ്യത്തോട് കൂടിയിട്ട് ഇക്രിമ അവിടുന്ന് ഓടിപ്പോകുന്നുണ്ട്. അപ്പോൾ ആ ഇക്രിമയ്ക്ക് പോലും തൻ്റെ വിശ്വാസത്തിലെ തന്നെ നിന്നുകൊണ്ട് അവിടെ നിൽക്കാൻ, അതായത് മക്കയിൽ നിൽക്കാനുള്ള അവകാശം അല്ലെങ്കിൽ അതിനുള്ള പെർമിഷൻ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുക്കുകയാണ് ചെയ്തത്. അദ്ദേഹത്തിന് പോലും മാപ്പ് കൊടുക്കുകയാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ. അതുപോലെ തന്നെ സഹീഫത്തുൽ മദീനയെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മദീനയിലേക്ക് പലായനം ചെയ്ത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കളും വന്ന ആ അവസരത്തിൽ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവിടെ എല്ലാ കാര്യങ്ങളും തീർപ്പ് കൽപ്പിക്കാനുള്ള അവകാശം അല്ലെങ്കിൽ ഒരു ഭരണാധികാരിയെ പോലെയാണ് അവർ കണ്ടിരുന്നത് നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക്. അപ്പം ഈ സഹീഫത്തുൽ മദീന എന്ന് പറഞ്ഞാൽ മദീനയിലെ ആ ഉടമ്പടി എന്തെന്ന് വെച്ചാൽ അവിടെ നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ആദ്യം അവർക്ക് കൊടുക്കുന്ന അവകാശം എന്തെന്നാൽ യഹൂദർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള അല്ലെങ്കിൽ തൗറാത്ത് അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശവും മുസ്ലിങ്ങളെ സംബന്ധിച്ച് അവർക്ക് ഖുർആൻ അനുസരിച്ച് ജീവിക്കാനുള്ള അവകാശമാണ് കൊടുത്തത്. അവരുടെ ആരാധനാലയങ്ങൾ സംരക്ഷിക്കപ്പെടും, എല്ലാ രീതിയിലുള്ള അവകാശമാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട വിഷയം എന്താണെന്ന് വെച്ചാൽ മുസ്ലിങ്ങൾ മെജോറിറ്റി വരികയാണെങ്കിൽ ഇസ്ലാമികപരമായിട്ട് ഇസ്ലാമിക അധ്യാപനങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരിക്കലും ആരോടും അതിക്രമം കാണിക്കാനുള്ള ഒരു തരത്തിലുള്ള അവകാശം കൊടുക്കുന്നില്ല എന്നുള്ളത് നമുക്ക് വ്യക്തമായിട്ട് ചരിത്രം പരിശോധിച്ച് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും വിശുദ്ധ ഖുർആനെതിരെയാണ്, നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ തിരുമാതൃകൾക്കെതിരെയാണ്, ചരിത്രത്തിനെതിരെയാണ് അവർ ഈ ഒരു ആക്ഷേപം എന്നുള്ളത്. അതായത് മുസ്ലിങ്ങൾ ഭൂരിഭാഗമായി കഴിഞ്ഞാൽ ന്യൂനപക്ഷത്തെ ഉപദ്രവിക്കുമെന്ന് പറഞ്ഞിട്ടുള്ള കാര്യം. കാരണം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും കൂടുതൽ അങ്ങനെയാണെങ്കിൽ ഉപദ്രവിക്കേണ്ടത് അല്ലെങ്കിൽ വാള് എടുത്തുകൊണ്ട് ഇസ്ലാം സ്വീകരിപ്പിക്കേണ്ടത് ആ മക്കയിലുണ്ടായിരുന്ന ആ ശത്രുജനങ്ങളെയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ വിധത്തിലും ബുദ്ധിമുട്ടിച്ച. അതുപോലെ തന്നെ ഇത് സംബന്ധമായിട്ട് മറ്റൊരു ആക്ഷേപം ഉന്നയിക്കാറുള്ളത് സൂറ മാഇദയിൽ മുസ്ലിങ്ങളോട് അള്ളാഹു പറഞ്ഞിരിക്കുന്നു, യഹൂദരെയും ക്രിസ്ത്യാനികളെയും നിങ്ങൾ സുഹൃത്തുക്കളാക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരിക്കലും തന്നെ മുസ്ലിങ്ങൾ ഇവിടെയുള്ള യഹൂദരോടും അല്ലെങ്കിൽ ക്രിസ്ത്യാനികളോടും അവർക്ക് സുഹൃത്ത് ബന്ധം വെച്ച് പുലർത്താൻ സാധിക്കില്ല. അതുകൊണ്ട് ഇവർ ഇതൊക്കെ അഭിനയിക്കുകയാണ് ചെയ്യുന്നത്, ഇവരോട് നല്ല രീതിയിൽ പെരുമാറുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇവർ അഭിനയിക്കുകയാണ് എന്നുള്ളൊരു പ്രചാരണം നടത്താറുണ്ട്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് പഠിക്കുകയാണെങ്കിൽ അങ്ങനെ വിശുദ്ധ ഖുർആനിൽ വന്നിട്ടുണ്ടോ? നമുക്ക് വിശുദ്ധ ഖുർആൻ നോക്കുമ്പോൾ തന്നെ മനസ്സിലാകാം. സൂറ മുംതഹിന 9 അതുപോലെ തന്നെ 10-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നു, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ഇതര മതസ്ഥർ, യഹൂദികളാകട്ടെ ക്രിസ്ത്യാനികളാകട്ടെ ആരുമായിക്കൊള്ളട്ടെ, നിങ്ങളോട് യുദ്ധം ചെയ്യാത്ത ജനങ്ങൾ, നിങ്ങളുടെ വീടുകളിൽ നിന്ന് പുറത്താക്കാത്ത ജനങ്ങൾ, മതത്തിൻ്റെ പേരിൽ അവരുമായിട്ട് നിങ്ങൾ നല്ല രീതിയിൽ പെരുമാറുക, നന്മ ചെയ്യുക, തബറൂഹും അവരോട് നന്മ ചെയ്യുക, നീതി പുലർത്തുക, തുഖ്സിത്തുഹും അവരോട് നീതി പുലർത്തുക. ഇതിന് അള്ളാഹു തടയുന്നില്ല. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഇന്നല്ലാഹു യുഹിബ്ബുൽ മുഖ്സിതീൻ, അള്ളാഹു നീതി പുലർത്തുന്നവരെ ഇഷ്ടപ്പെടുന്നവനാണ്. അതുകൊണ്ട് നിങ്ങൾ അവരോട് നീതി പുലർത്തുക, നല്ല രീതിയിൽ അവരോട് വർത്തിക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഒരിക്കലും തന്നെ യഹൂദരോടോ ക്രിസ്ത്യാനികളോടോ നിങ്ങൾ സുഹൃത്ബന്ധം വെച്ച് പുലർത്തരുത് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആക്ഷേപം തീർത്തും അത് തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ്. അതുപോലെ തന്നെ അടുത്ത ആയത്തിൽ അള്ളാഹു പറയുന്നു, അതായത് അള്ളാഹു നിങ്ങളെ സുഹൃത്ബന്ധം വെച്ച് പുലർത്തുന്നതിൽ നിന്ന് തവല്ലൂഹും എന്ന് അവസാനം പറയുന്നു. അതായത് നിങ്ങൾ സുഹൃത്ബന്ധം വെച്ച് പുലർത്തുന്നതിൽ നിന്ന് തടുക്കുന്ന ആരോടൊക്കെയാണ്? ആരോട് സുഹൃത്ബന്ധം വെച്ച് പുലർത്താൻ പാടില്ല എന്ന് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളോട് യുദ്ധം ചെയ്യുന്ന, മുസ്ലിങ്ങളെ പീഡിപ്പിക്കുന്ന അങ്ങനെയുള്ള ജനങ്ങളുമായിട്ട് സുഹൃത്ബന്ധം വെച്ച് പുലർത്താൻ പാടില്ല എന്നാണ് സൂറത്തുൽ മുംതഹിന 9-10 വായിച്ച് നമുക്ക് മനസ്സിലാവുന്നതാണ്. അപ്പോൾ ഇതും ഒരു കള്ളപ്രചാരമാണ്.
മുസ്ലിങ്ങളും ഇതര മതസ്ഥരോട് ഒരിക്കലും അവർക്ക് സ്നേഹബന്ധം വെച്ച് പുലർത്താൻ സാധിക്കില്ല എന്ന് പറയുന്നത്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതൃക ഞാൻ പറഞ്ഞതാണ്, ആ യഹൂദി ബാലൻ്റെ സംഭവം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ഉണ്ടായിരുന്ന ഇതര യഹൂദരും മറ്റുള്ള മതസ്ഥരോടും തമ്മിൽ എങ്ങനെയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പെരുമാറിയതും സ്നേഹത്തോടുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് വർത്തിച്ചതെന്നെല്ലാം നമുക്ക് ചരിത്രം പഠിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതാണ്. അതുപോലെ തന്നെ ഇസ്ലാമിക അധ്യാപനങ്ങൾ, ഖുർആൻ്റെ അധ്യാപനങ്ങൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ലാ ഇക്രാഹ ഫിദ്ദീൻ, ദീനിൽ ഒരു തരത്തിലുള്ള ബലപ്രയോഗവും ഇല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഒരു തരത്തിൽ നമുക്ക് ബലം പ്രയോഗിച്ചുകൊണ്ട് ആരെയും കൊണ്ടുവരാനുള്ള ഒരു തരത്തിലുള്ള അധികാരവും ഒരു മുസ്ലിമിനില്ല. ആ മുസ്ലിം ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യമാണ്. അതൊരിക്കലും ബലപ്രയോഗത്തിലൂടെ കൊണ്ടുവരേണ്ട കാര്യമല്ല എന്നുള്ളത് വ്യക്തമാണ്. അതുപോലെ തന്നെ നമുക്ക് സൂറത്തുൽ ബഖറയിൽ 191 ആയത്ത് പരിശോധിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കും, യുദ്ധം ചെയ്യാൻ പറഞ്ഞത് പോലും നമ്മൾ മുസ്ലിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോടാണ് തിരിച്ച് യുദ്ധം ചെയ്യാനുള്ള പെർമിഷൻ പോലും ഉള്ളൂ. അതെ, അതെ, അതിക്രമം പ്രവർത്തിക്കുന്ന അള്ളാഹു പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് മാത്രം യുദ്ധം ചെയ്യുക, നിങ്ങൾ അതിര് കടക്കരുത്, അതിക്രമം ചെയ്യരുത്. അത് വ്യക്തമായിട്ട് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരുപാട് അധ്യാപനങ്ങൾ, ഒരുപാട് ആയത്തുകൾ നമുക്ക് ഇതുപോലെ നമുക്ക് ലഭിക്കുന്നതാണ്. അതായത് അതിക്രമം പ്രവർത്തിക്കരുത് എന്നുള്ള രീതിയിലാണെങ്കിലും മറ്റുള്ള ആരെങ്കിലും ഈ സമയത്ത് തന്നെ, അതായത് യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ആരെങ്കിലും അഭയം പ്രാപിച്ചു വരികയാണെങ്കിൽ അവർക്ക് അഭയം കൊടുക്കണമെന്നും അതുപോലെ രക്ഷാസ്ഥാനത്ത് അവരെ സുരക്ഷിതമായിട്ട് എത്തിക്കണമെന്നും പറയുന്നുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് തഖിയ എന്നുള്ള വിഷയം വിശുദ്ധ ഖുർആൻ്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ പ്രമാണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരിക്കലും തന്നെ ഇസ്ലാമിൽ ഇല്ലാത്തൊരു കാര്യമാണ്. തഖിയ എന്നുള്ള വാക്ക് പോലും പല മുസ്ലിങ്ങളും കേട്ടിട്ടില്ലാത്തൊരു വാക്കാണ്. അപ്പോൾ നമുക്ക് ഇന്ന് വ്യക്തമായി മനസ്സിലാകുന്നത് തഖിയ എന്നുള്ള വിശ്വാസം തന്നെ ഇസ്ലാമിലില്ല. ഇത് വെറും മുസ്ലിങ്ങൾക്കെതിരെ വെറുപ്പ് പ്രചരിപ്പിക്കാനും അവരെതിൽ വിദ്വേഷമുണ്ടാക്കാനും വേണ്ടി ഉപയോഗിക്കുന്ന അവരുടെ ഒരു തന്ത്രം മാത്രമാണ് ഇസ്ലാം ശത്രുക്കളുടെ. അപ്പോൾ നമുക്ക് വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനം എന്നുള്ളത് ഇതര മതസ്ഥരോട് സ്നേഹത്തോടും അതുപോലെ തന്നെ വളരെ സഹാനുഭൂതിയോടും വർത്തിക്കുക എന്നുള്ളതാണ്. നമുക്ക് അള്ളാഹു അങ്ങനെ തന്നെ നല്ല രീതിയിൽ മറ്റുള്ള മതസ്ഥരോടും എല്ലാവരെയും മനുഷ്യത്വത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് എല്ലാവരോടും തന്നെ മതം നോക്കാതെ ജാതി നോക്കാതെ നല്ല രീതിയിൽ വർത്തിക്കാനും വളരെ സ്നേഹത്തോടു കൂടി കഴിഞ്ഞുകൂടാനുമുള്ള അള്ളാഹു നമുക്ക് തന്നെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.